ഹലോ, ഞാൻ അനിയൻ്റെ വീട്ടിൽ വന്നിരിക്കട്ടാ മലപ്പുറത്ത്. അപ്പോൾ കുളിക്കുന്ന എനിക്കും തേക്കും ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെ എങ്ങനെയാണോ വന്നത് അതേപോലെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ആ, അവളുടെ പേര് അനശ്വര. എൻ്റെ പേരാണ് അബി. എന്താ നമ്മുടെ അച്ചൂട്ടി മോളിരിക്കുന്നത്. ഓൻ്റെ അമ്മേ അബിറാൻ KP. ആ, ഓക്കെ. അപ്പോൾ ഇവളെന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ തല ഇങ്ങനെ മസാജ് ചെയ്ത് തരികയാണ് കേട്ടോ. ഞാൻ കുളിച്ചിട്ടില്ല, തേച്ചിട്ടില്ല. ആ പിള്ളേര് പാവം സ്നേഹിച്ച് കൊല്ലാണ് രണ്ടും കൂടി. അയ്യോ, ഇതിപ്പോ സ്നേഹം കൂടി പോയി. വലിക്കല്ലേടാ, നോക്കടാ. എന്ത് ഏത് ഇവൻ പറയണത് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആവില്ല. എന്തൊക്കെയോ പറയണുണ്ട്. ആ, ഹായ്. ഇവൾക്ക് ഭയങ്കര സ്നേഹമാട്ടോ. ഇവനും അങ്ങനെ തന്നെയാണ്. ഇവൻ പിന്നെ ചെറിയ കുട്ടിയല്ലേ. അപ്പം ഇവളാണെങ്കിൽ ഞാനും അച്ചൂസും വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പിന്നാലെ തന്നെ ആയിരിക്കും എപ്പോഴും കിടന്നുറങ്ങുന്നത്, ഭക്ഷണം കഴിക്കുന്നത് ഒക്കെ. ഇത് അവളുടെ വീടാണ്. അപ്പം ഇവിടുന്ന് കഴിച്ചാലും അവൾ നേരെ വരും അങ്ങോട്ട്, നമ്മളെ തറവാട്ട് വീട്ടിലേക്ക് വരും. എന്നിട്ട് അച്ചോട്ടൻ്റെ കൂടെ കഴിക്കണേന്ന് പറഞ്ഞിട്ട് ഇരിക്കും. അതാണ് ഇവള്. നീ എത്രയല്ല പഠിക്കണു? 2ാം ക്ലാസ്. 2ാം ക്ലാസ്. ഞാൻ LKG പഠിക്കുന്നത്. അയ്യോ, നിരങ്ങി വീഴല്ലേ. അവരൊക്കെ കുളിച്ച് കുട്ടപ്പന്മാരായി കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനും അച്ചൂട്ടി ഇതേ പ്രാതമാരെ പോലെ ഇരിക്കുന്നുണ്ട്. ഓയ്, പാട്ട് പാടുന്ന വീഡിയോ എടുക്കണോ? ഏത് പാട്ടാ? ഓക്കെ. അമ്പിളി മാമൻ്റെ വെള്ളിത്തളികയിൽ തുമ്പപ്പൂ കണ്ടോ ചെങ്ങാതി, നല്ല തുമ്പിളുമായ താരകവിന്തിൽ മിഞ്ഞാമിനുങ്ങിൻ്റെ മാതിരി, മിഞ്ഞാമിനുങ്ങിൻ്റെ മാതിരി. ഞാനൊന്ന് നോക്കുമ്പോൾ അമ്മാവൻ നോക്കണു, ഞാനൊന്ന് ഓടുമ്പോൾ അമ്മാവനോടുന്നു. എന്തു പറഞ്ഞാലും കേൾക്കുന്നൊരമ്മാവൻ, ഇങ്ങനെയുണ്ടോരമ്മാവൻ, ഇങ്ങനെയുണ്ടോരമ്മാവൻ. അമ്പിളി മാമൻ്റെ വെള്ളിത്തളികയിൽ തുമ്പപ്പൂ കണ്ടോ ചെങ്ങാതി, നല്ല തുമ്പിളുമായ താരകവിന്ത് മിഞ്ഞാമിനുങ്ങിൻ്റെ മാതിരി, മിഞ്ഞാമിനുങ്ങിനെ മാതിരി. കഴിഞ്ഞോ? സൂപ്പർ. ഇനി എൻ്റെ പാട്ട്. ഇനി എൻ്റെ പാട്ടുണ്ടോ? തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ പാട്ടുമ്പി, പാട്ടുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ പാട്ടുമ്പി. ചക്കരമാമ്പി ചരലല്ലേ നീ വരുതേ പൗബരുതേ, ഓലമറുക്കാൻ ഓലമുക്കാൻ പാട്ടുമ്പി, പാട്ടുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ പാട്ടുമ്പി. പപ്പുപ്പേരി പപ്പടവും. കഴിഞ്ഞോ? കഴിഞ്ഞ. സൂപ്പർ. എടാ സൂപ്പർ സൂപ്പർ. ഞങ്ങൾ സ്റ്റെപ്പിലൊക്കെ ഇരുന്നിട്ട് തവളേനെ കുറിച്ച് അവള് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, അവളിവിടെ സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വെറുതെ പാട്ടൊക്കെ പാടി കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവൾക്ക് ഡാൻസ് കളിക്കണമെന്നുണ്ട്. പക്ഷെ ഡാൻസിന് പാട്ടിട്ടാൽ നമുക്ക് കോപ്പിറൈറ്റ് വരുമല്ലോ. അതുകൊണ്ട് ഡാൻസ് പാട്ടിടാണ്ട് അവൾക്ക് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം എന്താ പിന്നെ വേണ്ട. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവരെ മുറ്റത്ത് വണ്ടി ഇറങ്ങി കയറിയിട്ട് ചെറിയൊരു കുഴിയിട്ടാ, അത് കുളമാക്കി വെച്ചിട്ട് 2 തവള ഭാര്യയും ഭർത്താവ് വേണ്ടോന്നു മറ്റേ കുളത്തിൽ നീന്തി നീന്തി കളിക്കുന്നുണ്ട്. അനു ഓടിക്കില്ല. ഇതാണ് ഞാൻ കുഴി എന്ന് പറഞ്ഞത്. അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്.
ഉറക്കം പറയതില് കേൾക്കണില്ല. രണ്ട് തവള ഉണ്ട്. ആ കുഴിയിൽ 2 തവള ഉണ്ട്. ഞാൻ പോയി നോക്കട്ടെ, 2 തവള ഉണ്ടാന്ന് പോയി നോക്കട്ടെ. അപ്പൊ ഈ രണ്ട് തവള നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാം. സുഹൃത്തുക്കളാണോ എന്നറിയില്ല, പക്ഷെ ഇവർ രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇതാ ഒരു തവള, കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. ഇതല്ലേ ഒന്നെവിടെ? ആ പോയി. അതാ നമ്മളുടെ തവളകൾ ചാടി കളിക്കുന്നുണ്ട്. ആ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയത്. പോയടാ പോയി. ഫാൻ ഇട്ടിട്ടുണ്ടാ? അത് ഓഫാക്ക്. അകത്ത് ഫാൻ ഓഫാക്കിട്ടോ ആയിരുന്നു. ഇതാണോ? ആ അപ്പൊ ഈ രണ്ട് തവളകൾ നല്ല സുഹൃത്തുക്കളാണ് തോന്നുന്നുണ്ട്. അവരിപ്പോ ഇവിടെ നിന്ന് കളിക്കുകയാണ്. കളിക്കട്ടെ. ഈ വീട്ടിലേക്കുള്ള വഴി പറയുന്നത് ആ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു ആർച്ചൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ഞാൻ പറയാ പറഞ്ഞിട്ട് അവർക്ക് എനിക്ക് ഇൻട്രൊഡക്ഷൻ തരാനും അത് പറയാനൊക്കെ നിൽക്കുകയാണ് അവർ. മുക്കുറ്റി. ആ മുക്കുറ്റി പോവും. ഇത് വെച്ച് നമുക്ക് എന്താ ഇവിടെ നമ്മളിത് വെച്ചിട്ട് ചന്ദനം ഉണ്ടാക്കും. ആ ചന്ദനോ? ഇതവിടെ നിറയെ മുക്കുറ്റി ഉണ്ട് കേട്ടാ, നിറച്ചുണ്ട് മുക്കുറ്റി. ഓണത്തിന് അത്തത്തിന് ആദ്യം നമ്മൾ മുക്കുറ്റി തുളസി ഇതൊക്കെ അല്ലേ വെക്കുക. അപ്പോൾ ഇവിടെ അത് നിറയുണ്ട്. എനിക്ക് ഇനി കുറച്ച് നേരം മിണ്ടാതൊക്കെ ഞാൻ നിങ്ങളുടെ വീട് കാട്ടി കൊടുക്കട്ടെ. വീട് കാട്ടി കൊടുക്കുക. വെയിൽ അങ്ങോട്ട് കയറി കുളിച്ചതല്ലേ എണ്ണയിൽ വെച്ചിട്ട്. ഇവരുടെ വീട് എന്ന് പറയുന്നത് ഇതാണ്. അതായത് എൻ്റെ വലിയ ആങ്ങളയുടെ വീടാണ് കേട്ടോ. പുറത്തുനിന്നുള്ളൊരു വ്യൂ മാത്രമേ ഞാൻ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. കാർ പോർച്ച്. അകത്തോട്ട് കയറുന്നില്ല. അവരുടെ അമ്മ അകത്തിരിക്കുന്നുണ്ട്. ഇതാ ഇവളുടെ അമ്മ. ആൾക്ക് വിശേഷമൊക്കെയാണ്. അപ്പോൾ അമ്മ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ വയ്യാണ്ട് കിടക്കുകയാണ്. അതുകൊണ്ട് അതൊക്കെ കയറില്ല. സിറ്റ് ഔട്ട്. ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ? എന്തിനാടാ ഫാൻ ഇട്ടേ? ചൂടുണ്ടാവും. ഇത് രണ്ടും കൂടി എന്നെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അവർ ഹലോ ഗൈസ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ആ മുക്കുറ്റി പോവാണ്. അത് തവളക്കോ? തവളക്ക് മുക്കുറ്റി പൂ കൊടുക്കണം ഒരുത്തൻ. അപ്പം ഇതാണ് നമ്മുടെ അനിയൻ്റെ വീട് എന്നൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ വെറുതെ ഒന്ന് കാണിക്കാവരുടെ അടുത്ത് കാണിച്ചത്. അപ്പം മൂത്തനിയൻ്റെ ഇതാ എനിക്ക് പറഞ്ഞു തരാൻ വരുന്നുണ്ട്. മൂത്തനിയൻ്റെ അവിടെ മലയൊക്കെ പുറകിൽ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് അത് മനസ്സിലാവണില്ല. അതാ നീല കളർ കാണുന്നത് മലയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേറെ വീഡിയോട്ട് വരാമേ. കേട്ടാ ബൈ പറ. ബൈ പറ. ബൈ. ഓക്കെ ബൈ. അച്ഛ ബൈ. അച്ഛവിടെ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങൾ രണ്ടെണ്ണം മടി പിടിച്ച് നടക്കുക. അവരൊക്കെ നല്ല നീറ്റായിട്ട് നടക്കുക. അപ്പോൾ ഓക്കെ ടാറ്റാ.